കൊല്ലം കിളികൊല്ലൂരിലെ മധുസൂദനും ഭാര്യ കവിതയും നാട്ടുകാരുടെ മുന്നിൽ മാതൃകാ ദമ്പതികളാണ്. 10-20 വർഷത്തോളം ചെറിയ ഇണക്കവും പിണക്കവുമായി ജീവിച്ചെങ്കിലും അവർക്കിടയിലെ പ്രശ്നങ്ങൾ പുറംലോകം അറിഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ രാത്രി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളുടെ നിലവിളി ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയപ്പോൾ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതാണ്. സ്ഥിരം മദ്യപാനിയായ മധുസൂദനൻ കുടുംബ വഴക്കിനിടെ ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി മധുസൂദനൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബത്തിന് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൊല്ലം കരിക്കോട് അപ്പോളോ നഗറിലായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം. ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 46-കാരിയായ കവിതയാണ് കൊല്ലപ്പെട്ടത്. പ്രതി 54 വയസ്സുള്ള മധുസൂദനൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളുമൊത്തായിരുന്നു ദമ്പതിമാർ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. രാത്രി 11 മണിയോടെ ഇരുവരും തമ്മിലുണ്ടായ കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വഴക്കിനിടെ പ്രകോപിതനായ മധുസൂദനൻ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ എടുത്ത് കവിതയുടെ തലയിൽ അടിക്കുകയായിരുന്നു. പല പ്രാവശ്യം തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കൊലപാതകം കണ്ട മകൾ നിലവിളിച്ച് പുറത്തേക്കോടുകയും നാട്ടുകാരുടെ സഹായം തേടുകയുമായിരുന്നു. നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. മധുസൂദനൻ പിള്ള തികഞ്ഞ മദ്യപാനിയായിരുന്നുവെന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ടായിരുന്നുവെന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. ദമ്പതിമാർക്കിടയിൽ പതിവായി യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ മൊഴി. മധുസൂദനനും കവിതയും തമ്മിൽ നല്ല ബന്ധമായിരുന്നുവെന്നും സംഭവം വിശ്വസിക്കാനാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. മറ്റു കുഴപ്പമോ അവരെ സംബന്ധിച്ച് രണ്ടുപേരെയും പറ്റി ഒരു കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ടും ആ കൊച്ചിറങ്ങി പോകത്തില്ല. പോയ രണ്ടുപേരെ പോകും. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞു. ഞാൻ പുള്ളിയെ കണ്ട് നോക്കിയോ അല്ലെങ്കിൽ മോള് ഉച്ചം കണ്ട് ഇറങ്ങി ഓടിപ്പോയി ആരുടെ അടുത്ത് പറഞ്ഞു രാത്രിയിലാണ് എന്താ ഞങ്ങൾ അറിയുന്നത്. ഒരു പാർട്ടി പ്രവർത്തകനും നല്ലൊരു സുഹൃത്തും നല്ലൊരു ബന്ധമാണ് ഇവിടെ ഉള്ളത്. നാട്ടുകാരുമായിട്ടൊക്കെ നല്ലൊരു പ്രവർത്തനം. നമ്മുടെ ഈ പരിസരത്തുകാർക്ക് പോലും അറിയത്തില്ല ഇവിടെ ഒരു ബഹളം നടന്നപ്പോൾ. ഇതായിട്ടില്ല. അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ജീവിച്ചു പോകും. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. പറയാനൊക്കെ ഒരു പ്രശ്നവുമില്ല. ആ പുള്ളിയെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ന്യൂസ് 18 കൊല്ലം.